ഇതാണ് ഇതേലും ഇത്തിരി മറ്റേ സിറ്റുവേഷൻ ആയ പയ്യൻ. മറ്റേ റെഡ് സോൺ മറ്റേ ആ പയ്യനാണോ? സോൺ മോൻ എന്ന പേരുള്ള ആ പയ്യനായിരുന്നു. ഇത് മറ്റേ സോൺ മോൻ എന്ന പേരുള്ള ആ പയ്യനാണോ? ഞാൻ ചോദിച്ചില്ല. ഹലോ ബ്രോയുടെ പേരെന്തായിരുന്നു? മറ്റേ സോൺ മോൻ എന്ന അതാണോ? അല്ല മറ്റേ പണ്ടത്തെ പേരെന്തായിരുന്നു? വേറെ വല്ല പേരുണ്ടായിരുന്നോ? സോൺ മോൻ എന്ന് അങ്ങനെ വല്ല ആയിരുന്നു ആ പേര്. ഓ അതെനിക്ക് ഓക്കെ. ബ്രോ ഇപ്പൊ HF ഒക്കെ അറിയാ? ഹലോ ഇതാരാണ്? ആ പറഞ്ഞു. അവൻ വേറെ പാവപ്പെട്ടവരാണ്ടാ. ഉറപ്പാ സിറ്റുവേഷൻ. സക്കീറ ക്യാരി സക്കീർ ഇറങ്ങടാ പുട്ടച്ചി. അവൻ ക്യാരി തല്ലാണ്. ഇങ്ങോട്ട് എവിടെ എവിടെ ഇതൊന്നും പിടിക്കാനായിട്ട് കാർണിവലിന്റെ ഫ്രണ്ടാണ്. കാർണിവലിന്റെ കേറുന്ന റോഡില്ലേ? അല്ലല്ല അത് ഇതാണ്. പോടാ അവൻ കറക്റ്റ് ഇവിടെ വണ്ടി എന്ന് വെച്ചാ മറിയാറായപ്പോഴാണ് അവൻ ക്രാഷ് ആയത്. അതെങ്ങനെയാന്ന് എനിക്കൊന്ന് അറിയണം. കറക്റ്റ് വണ്ടി കുത്തനെ നിന്ന് ഇവര് പാമ്പനല്ലേ മറ്റേ എടാ എടാ ഇവൻ 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 ഈ ഷോക്കാണോ? എടാ സ്നൈപ്പേ ഇവൻ ഷോക്കാണോ ഈ പയ്യൻ? ഇവനും ആ ബ്ലേസും പിന്നെ ടൈസണും കൂടിയാണ് നമ്മളായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ അവനെ ഹോസ്റ്റേജ് ആക്കുമെന്ന് ഇവിടെ എൽഫയറിൽ അവൻ റേഡിയോ കോൾ കൊടുത്തു. അത് ഓസിയാണ്. ഞാൻ അതാണ് ഇടാണ്ടിരുന്നത്. നിന്റെ മൈക്കെടാ ഒരു മിനിറ്റ് ഏട്ടാ. മണവാള FH ഹലോ സ്റ്റോറി മോഡ് സ്റ്റോറി മോഡ് FH അടിച്ചാ നമ്മളടുത്തൊന്ന് വണ്ടി വന്നിട്ടാ. നമ്മളടുത്തൊന്ന് വണ്ടി വന്നിട്ടാ. മറ്റേ പയ്യൻ അല്ല അല്ല മറ്റേ പയ്യൻ. ഈ പയ്യനെ മനസ്സിലായി. ഗിയോ ഗിയോ നമ്മളെ ട്രക്കിയുടെ മക്കളെ പയ്യൻ. പോട്ടെ പോട്ടെ. ഹലോ ഹലോ ബ്രോ പേരെന്താ ബ്രോ? നമ്മുടെ ഇല്ല ഈ സേഫ് സോണിന്റെ അകത്ത് തന്നെ ഒരു മഞ്ഞ മുടി ഉണ്ടല്ലോ. അവൻ എന്റെ അടുത്ത് ഇങ്ങനെ ആക്കി എന്നെ ചൊറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ വാസുണ്ണനെ കൊട്ടയെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പാർട്ട് സേഫ് സോണിന്റെ അകത്ത് ഉള്ളോ? ഇന്നലെ തന്നെ പാർട്ട് 2 ഉണ്ടോ? ഇന്നലെ തന്നെ പാർട്ട് 2 ഉണ്ട്. ഇന്നലെ ഒരു റൗണ്ട് ലെവൽ ഉണ്ടായിരുന്നു. അവൻ സേഫ് സോണിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന്. ഓ വിളിച്ചു വിളിച്ചു വിളിച്ചു. വിഷയായി വിഷയായി ആളെ വിളിച്ചു. നിന്റെ ഗ്യാങ് തീട്ടപ്പട്ടി
ഹലോ ഇവിടെയാണോ? ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഒന്നും പറയില്ല ചേട്ടാ, ഒന്നും പറയില്ല. ബ്രോ നമ്മളെ കുറച്ച് പണ്ടത്തെ ആൾക്കാര് അല്ലല്ല തെറി വിളിച്ചത് മറ്റേ പിന്നെ നീ പോണ കായിൽ കുണ്ടച്ചി മോനെ അവരാതി തള്ള പണി കൂറി മോനെ നീ തീനായിട്ട് കിടന്ന് കൊണക്കത്തോളാം അവരാതി മോനെ നീ എന്തിനാ ഇടക്കാറ് വരുന്നത്? നീ ഇടക്കാറ് വരുന്നത് നീ എന്തിനാ ഇടക്കാറ് വരുന്നത്? വേറെ നിൽക്കുന്നത് നീ നിന്റെ ഇടക്കാറ് വരുന്നത് നീ മാറിയില്ല. നീ ഒരു റൗണ്ട് അടി പഠിച്ചല്ലേ? പോ പല്ല് വെക്കട്ടെ, നീ വെളിവാ. നിന്നെ മനസ്സിലാവാൻ ഇത്ര പാടം നിന്റെ മോന്ത തിരിയുമ്പോ കണ്ടതന്നെ. നിന്റെ മോന്ത തിരിയുമ്പോ കണ്ടതന്നെ. നീ ചത്താലും ഇല്ലെങ്കിലും അങ്ങോട്ട് മാറില്ല. ഇല്ല ഇടക്കാറ് ഇല്ല, ഇട വരാ മാറിപ്പോ അങ്ങോട്ട്. എടാ മറ്റേ അടി കൊണ്ടവന്മാര് വീണ്ടും വന്നിട്ട് അടി കൊണ്ടോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അടി കൊണ്ടിട്ട് വീണ്ടും വന്നു. ഞാൻ ചത്തില്ല, ഞാൻ ഒളിച്ചിരിക്കായിരുന്നു. ഞാൻ ചത്തില്ലടാ. അത് കേട്ടാ എടാ ചത്തിട്ട് ഞാൻ ഒളിച്ചിരിക്കായിരുന്നത്. ചത്തില്ല, ഞാൻ ഒളിച്ചിരിക്കായിരുന്നത്. ഗ്യാങ്ങിൽ എല്ലാരും ചത്തപ്പോ ഒളിച്ചിരുന്നിട്ട് പറയണേ ഞാൻ ചത്തില്ല, ഞാൻ ഒളിച്ചിരിക്കായിരുന്നത്. എന്തിനു പറയാനാ അവരെയൊക്കെ? അതൊക്കെ കണ്ട എടാ ഭയങ്കര വിഷയം. എന്നിട്ട് പറ നിനക്ക് വല്ല ചോദിക്കേണ്ട. നിന്നെ അങ്ങനെ വിളിച്ചോട്ട് വാടാ. ഇപ്പൊ ഒന്ന് അടിക്കടാ. ഇപ്പൊ ഒന്നുകൂടി അടിക്കാൻ വാ. വാ നീ ഒന്നുകൂടി വാ. നിന്റെ ഗ്യാങ്ങിനെ വിളിച്ചോണ്ട് വാ. ഒന്നുകൂടി വാ. ഡേ നിന്റെ ഗ്യാങ്ങിനെ വിളിച്ചോ ഒന്നുകൂടി വാ. നിന്റെ ഗ്യാങ്ങിനെ വിളിച്ചോ ഒന്നുകൂടി വാ. അടിക്കാം നമുക്ക് അടിച്ചു തീർക്കാം. വാ. വണ്ടി എടുത്തോണ്ട് ഓടുന്നവൻ, വണ്ടി എടുത്തോണ്ട് ഓടിക്കളഞ്ഞവൻ. അയ്യേ ഒരു റൗണ്ട് കൂടി കൊടുത്തോണ്ടാ. അവന് ഒരു റൗണ്ട് കൂടി കൊടുത്തോണ്ടാ. അവന്റെ എടാ മറ്റേ ഇത് ഫ്രീ വണ്ടി അല്ല. ഇതൊരു എന്തോ അതേതാണ് ലാമ്പ് അതേത്. എടാ ഇവനെ ഒന്നുകൂടി അവന് വെള്ളോട്ടറ ഒരു റൗണ്ട് കൂടി വണ്ടി ഇറ നമുക്ക് വെള്ളോട്ടിറങ്ങാം. അവൻ അങ്ങ് ഇറങ്ങട്ടോ. എടാ വണ്ടി ഉണ്ടോ? അല്ലെങ്കിൽ ആ സീറ്റ് എങ്ങനെ മാറുന്നത് അറിയാത്തോണ്ടല്ലേ ഇപ്പൊ അറിയാത്തതുകൊണ്ട് കേറിയാലേ അറിയൂ. വെടിവെക്കാൻ മാത്രം ഒന്നും അറിയത്തില്ല. ഞാൻ അറിയാലോ ഗുലാനെ. പിന്നെ ഗുലാനെ ചുമ്മാരി വേറെ സിറ്റുവേഷൻ അല്ലേ? ഗുലാനെ സിറ്റുവേഷൻ അല്ലേ? ചില്ലോ അല്ലല്ല ഞാൻ ചില്ലാണ്. അതല്ല ഞാൻ പറഞ്ഞ ഓ എന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റേ രീതിയിൽ ഓ എന്ന് പറയുന്ന. അല്ല അപ്പൊ നീ തിരിച്ച് വിട്. അത് വിട്. ഇവിടെ സിറ്റുവേഷൻ അല്ലേ? അത് നോക്കാം ആദ്യം. മറ്റേ അവ ഇറങ്ങണേ. അവൻ എപ്പ അറിയണേ? അവന് ഇത്ര അടി കൊണ്ട് കത്തിട്ട് മറ്റേ വലിയ വൈത്താളം ഇവിടെ അവനില്ല. അവൻ എവിടെ ഓടിച്ചു? ഈ കെട്ട വണ്ടി കൊണ്ടുപോയിട്ട് ഇറങ്ങി ഓടി എവിടോട്ടോ. അവൻ വലിയ ഡയലോഗ് വാത്താളം ഉണ്ടാക്കി എവിടെ വിളിച്ചു തോന്നോ? ആ വണ്ടി ഉണ്ടോ ബാക്കിൽ? ആ വണ്ടി ഏത്? ഇവനല്ലടാ, ഈ ഓറഞ്ച് അല്ല മറ്റവൻ. ഓ അത് ശരിയാണോ? അവൻ തന്നെ. എന്ത് പറ്റി? ഞാൻ പറയണേ, അവൻ പറയണേ ഞാൻ ചത്തില്ല, ഞാൻ ഒളിച്ചിരിക്കുന്നു. ഗ്യാങ്ങിന് എല്ലാരും അടിക്കുമ്പോ ഒളിച്ചിരിക്കുന്നു. അല്ലല്ല അവ പറഞ്ഞ റീസർ ആയത് കിട്ടില്ല. റീസർ കണ്ട
ഗ്യാങ്ങിനെ മൊത്തം ഇതല്ലേ, പോട്രാ, പോട്രാ. ആണോ, ഹൈനോട്ടിക്ക് നിന്റെ ഗ്യാങ്ങിലെ 9 പേരെ തല നമ്മളെ കയ്യിലായിരുന്നു. അപ്പോഴാണ് ഹൈനെ നീ എടുത്ത് വെച്ചിരിക്കുന്ന പോടാർക്ക അങ്ങോട്ട് കൊച്ചർക്ക പിന്നെ നീ ആര് വന്നിരുന്നു വല്ല അണ്ണാന്ന് പറയാൻ ഇവിടെ വന്ന് അണ്ണം കളിക്കുന്ന പോടാർക്ക അങ്ങോട്ട്. നീ ആര് മറ്റേ നീ അല്ല അടികൊണ്ട ഗ്യാങ്ങിലുള്ള അടികൊണ്ട ഗ്യാങ്ങിലെ അവസാനത്തെ കണ്ണിയല്ലേ നീ? അടികൊണ്ട ഗ്യാങ്ങിലെ അവസാനത്തെ കണ്ണിയല്ലേ? അടികൊണ്ട ഗ്യാങ്ങിലെ അവസാനത്തെ കണ്ണിയല്ലേ? നീ ഒളിച്ചിരുന്നോ? ഇവിടെ ഇരുന്നോ? ഒളിച്ചിരുന്നോ? അടികൊണ്ട ഗ്യാങ്ങിലെ അവസാനത്തെ കണ്ടി ഒളിച്ചിരിക്കുന്നു. അവനോട് പറയുന്ന ഡയലോഗ് ഓർഡർ എന്നെ അറിയണമായിരുന്നു. എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്തൊരു ഡയലോഗാണ് അതൊക്കെ. ഞാൻ ആരെന്ന് അറിയണോടാ നിനക്ക്? അല്ല ഡയലോഗ് കേട്ടാ ഞാൻ ആരെന്ന് അറിയണോടാ നിനക്ക്? അതല്ല ഡയലോഗ് കേട്ടില്ലേ നീ? ഞാൻ ആരെന്ന് നിനക്ക് അറിയണോടാ? പറയാൻ എനിക്ക് സൗകര്യമില്ല. എന്തിനു പറയാല്ലേ? എടാ ഞാൻ പറഞ്ഞിട്ടോ വെറുതെ ഒരു സമയത്ത് വേറെ സ്വിറ്റ് ഇതാക്കാം. മറ്റേ ഇപ്പൊ ഇതാക്കാം. അമ്മമാർക്ക് വരണം, ഇങ്ങോട്ട് വരട്ടെ അമ്മമാര്. എന്തിനാ ബ്രോ? എന്തിനാണ്? ഉണ്ടെങ്കിൽ പറ ബ്രോ, ഉണ്ടെങ്കിൽ പറ. ഇതൊക്കെ കണ്ടല്ലേ പറയട്ടാ കപ്താന്റെ വെച്ചോ മഞ്ഞല്ല കപ്താന്റെ വെച്ചോ ഹലോ വേണ്ട ഗുലാനെ ഇത് സംഭവമില്ലേ മനസ്സിലായി? ഇവൻ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ട്രിഗർ ആക്കി ഇന്നലെ വന്ന ഇതാ മഞ്ഞ ദാമു. ബ്രോ അതില് സീൻ നമ്മളിപ്പോ സംസാരിക്കാൻ ഞാൻ വരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബ്രോ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ ചെറിയ സീനായിട്ട് കഴിഞ്ഞ അങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് ഞാൻ കാര്യം പറയാം. പഠിച്ചിട്ട് ഇങ്ങോട്ട് കയറി തീട്ട കണ്ടി എവിടെ സേസോണി നിൽക്കുമ്പോ എവിടെ സേസ് നിൽക്കുമ്പോ എവിടെ സേസോണി നിൽക്കുമ്പോഴേ സേസോണി പഠിച്ചിട്ട് നല്ലോണം മാസ് കണ്ടി തീട്ട സേസോണി നിൽക്കുമ്പോ പഠിക്കുന്നത് കണ്ടി ഗ്യാരേജിനായിട്ട് നിൽക്കുമ്പോ ചോറ് ഒരാള് വാറടിക്കുന്ന പണ്ടേ നമ്മളെ സ്വർഗരാജ് എന്ന് പറഞ്ഞ സിറ്റിയിലുള്ളപ്പോഴത്തേക്കാണ് വരാൻ വന്നാലല്ലേ ഗുലാനി ബാനാ ചെയ്ത് ഇവനെ കിക്കോ എന്താ അവൻ എന്തുവാ പറഞ്ഞു? ഗുലാൻ എന്താ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. ഗുലാനി ബാന അടിച്ച അവൻ പറഞ്ഞ എന്തിനാണെന്ന് കേട്ടില്ല. മീറ്റിംഗ് വിളിക്കണം അണ്ണ. ഇവന്മാരെതിരെ മീറ്റിംഗ് വിളിച്ചിട്ട് എടുത്തിട്ട് അടിച്ചാലോ അണ്ണ? ഇവന്മാരൊന്നും അടിക്കാൻ വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഒരെണ്ണം അടിച്ചല്ലേ ഇവന്മാരെ. ഇനി ഇവന്മാർക്ക് വല്ല ചോദിക്കണമെങ്കിൽ ഇവന്മാര് ചോദിക്കട്ടെ. അവന്മാര് വെളി ഇറങ്ങാത്തമാരല്ലേടാ. അവന്മാര് വരുമെന്ന് തോന്നുന്നു. അവരെ വിളിക്കണമെങ്കിൽ വിളിച്ച് ഒരെണ്ണം അടിക്കാം. അതാ പറഞ്ഞു ഇത്ര റൗണ്ട് ഇവര് വെളിയിൽ പക്ഷെ ഒരു കാര്യം പറയാം, നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ ആർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് സ്പീഡിനും ഗുലാനും ബാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ വില്ല് മോനെ കിക്കും ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് നോക്ക്. ആളും കൂടി വേണം. മനസ്സിലായോ? നമ്മളിപ്പോ ഇല്ല വരും അണ്ണ വരുന്നു. ആര് You are not allowed to remain with the വണ്ടി ആരടാ ഈ കെട്ട വണ്ടി ഇടിച്ചു വിടുന്നു? മാറിപ്പോല്ലട്ടെ എപ്പോഴും ബാലിന് മാറിപ്പോണ്ടേ. വണ്ടി അണ്ണന്റെ വണ്ടി അപ്പാണ് അണ്ണ കാർണേജ്. ഇല്ല ബാക്കിൽ വണ്ടി വാ. അവന്മാരെ സിറ്റുവേഷനിൽ ഇറങ്ങാൻ പറയുമ്പോ സിറ്റിന്ന് ഇറങ്ങിക്കളയും. സേഫ് സോണിൽ നിന്ന് ഇറങ്ങാനാണ് പറയുന്നത്. പക്ഷെ സിറ്റിന്ന് ഇറങ്ങിക്കളയും. അങ്ങനത്തെ പോയമാര്. എടാ മറ്റവന്റെ കോമഡി ആയിരുന്നു. കോമഡി ഇടന്നാലും ഞാൻ നിങ്ങളെ ഹൈനയെ കൊണ്ട് ഓടിച്ചടക്കരുത്. 9 ചത്ത് കിടക്കുന്ന ഗ്യാങ്ങിലെ വണ്ടി എടുത്ത് കണ്ട വഴി ഓടിട്ടുറയണേ.
നിങ്ങൾ അതിന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ത് തീട്ടമല്ലേ അതൊക്കെ അയ്യോ ചിരി വന്നിട്ട് അതിന്റെ അടുത്ത ഡയലോഗ് വേണ്ട അതിന്റെ അടുത്ത ഡയലോഗ് വേണ്ട എന്റെ പേര് എന്തിനാ നിനക്കൊക്കെ അറിയണോ ഞാൻ ആരാണെന്നൊക്കെ അറിയണോടാ എനിക്ക് പറയാൻ സൗകര്യമില്ല അത് ഞാൻ പറയില്ല അത് എന്തൊരു ഡയലോഗ് അതൊക്കെ അയ്യോ വെളിയിലോട്ട് ഇറങ്ങണ്ടേ അവിടെ അതിന് അവന്മാരുണ്ടോ ഇതിന് ആ ഇവിടെ ഉണ്ട് മറ്റേ തിരിച്ചു വന്ന് മറ്റേ കിയോ ആര് അല്ലാണ്ട് ഇവനൊന്നും ബാൻ ചെയ്യത്തില്ല ഇങ്ങനെ പറയണ ഗുലാനെ തിരിച്ചു കയറ്റുമെന്ന് പറഞ്ഞത് 2 മണിക്കൂറാ ഗുലാനാ അപ്പൊ പിന്നെ ഇവർക്ക് 2 മണിക്കൂറില്ലേ ആ അതാണ് മാർക്കൊന്നും കൊടുക്കുന്നില്ല അതാണ് 2 മണിക്കൂർ കയറാൻ പറ്റില്ല പുര ഇത്ര പറഞ്ഞോളൂ അച്ഛൻ പഠിപ്പിച്ചല്ലേന്ന് ചോദിച്ചോളൂ ആ പാട്ട് പഠിപ്പിച്ചല്ലേ അത്ര ഉള്ളോട്ടാ വെറുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഉള്ളിലിരിക്കണമാരി അവന്മാർക്ക് ബാധകമല്ലേ ചോദിക്കാം ഞാനൊരു കാര്യം പറട്ടെ ഇങ്ങനെയുള്ളവന്മാരതൊക്കെ എന്തിനാണ് നമ്മൾ ദിവസം പറഞ്ഞ സിറ്റുവേഷൻ പോലും എടുക്കരുത് എന്റെ അഭിപ്രായം ആരാണ് തിരക്കണ്ണ എടുക്കണത് എന്നിട്ട് ഇവന്മാര് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തിനാണ് എത്ര ഇതാണ് പിന്നെ ഈ താരതമ്യം വെച്ച് സിറ്റുവേഷനിൽ വന്ന് കൊണ പറയുന്ന ഓറെ പറഞ്ഞെടുത്ത് ഒന്ന് സൈഡിൽ കൂടി ഒന്ന് മാസം വിട്ടിട്ട് അത് ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് അതിനും വയ്യ അടിച്ചിട്ട് വണ്ടി കൊണ്ട് ഓടി ഒന്ന് സിക്സ് കൊണ്ടും കയറിയിരിക്കുന്നു ഈ വണ്ടിയല്ലടാ ഈ വണ്ടിയല്ലേ അല്ല ആ ഫ്രണ്ടിൽ പോണത് സിറ്റിസൺ വണ്ടി നോക്കിയാണെന്ന് അതിൻ്റെ അകത്തൊരു സിറ്റിസൺ വണ്ടിയുടെ അകത്ത് നോക്കിയൊന്ന് ആരാന്ന് സിരിച്ച് സൈസ് പോയി അയ്യേ എടാ കേറണ്ട അകത്ത് വെളിയിറങ്ങടാ അവൻ വരട്ടെ വെളിയിറങ്ങ ജാതി ഞാൻ ഇറങ്ങിയായിരുന്നു നീ കണ്ടില്ല അപ്പൊ നിനക്ക് എന്ത് പിടിക്കാൻ പറ്റിയിരുന്നു എന്റെ സ്കിൽസ് ആയിരുന്നു ഡ്രൈവിംഗ് സ്കിൽസ് ആയിരുന്നു ഡോ നോട്ട് സ്റ്റേ ഇൻ സ്റ്റേഷൻ എന്തിനാ എഫേറ്റ് അടിച്ചു വണ്ടി സേവ് ചെയ്ത് എഫേറ്റ് അടിക്കും എന്തിനാടാ ഇവനൊക്കെ എടാ സത്യത്തിൽ പറയണ്ട ഇവൻ പണ്ടേ പറ്റല്ലേ മറ്റേ ഇതിനെന്നപ്പോ ഏജിയിൽ നിന്ന സമയത്ത് അടി അടിക്കുന്നവനായിരുന്നു ഒരുത്തനോട് കയറി ഇരിപ്പുണ്ട് കേട്ടാ 2-3 പേര് കയറി എല്ലാരും അടിക്കണം ജിയോ എന്ന് പറയണവനെ EMS കൊണ്ട് പൊക്കിച്ചിട്ട് കക്കൂസ് ചെയ്യിക്കണം ഇനി അവൻ വണ്ടി കൊണ്ട് വേറെ ഇറങ്ങാതെ എന്തിരിക്കേ ഇറങ്ങിയേ പറ്റത്തുള്ളൂ ഇറങ്ങുന്നില്ല എനിക്ക് ടൈമായി വീട്ടിൽ അടി കിട്ടും അണ്ണാ പുറത്തിറങ്ങട്ടെ വിട്ടാരെ അതാണ് മാർക്കറ്റുള്ള ഇല്ല ഇതാണ് ഇത് അകത്തേക്കുന്ന നമ്മള് വിഷ്വല് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് പോണോന്ന് പറയുന്നത് പോണാ അല്ലല്ല അത് വേറെ അത് എല്ലാരെയും ചുമന്ന ഹെഡ്ലൈറ്റ് അല്ലേ അവൻ അവിടുന്ന് തുരങ്കൊണ്ടാക്കി പോവാൻ നോക്കുവാണ് ഇത് സേവ് ചെയ്ത് ഇല്ല മറ്റവനെന്തിയ കാണാനില്ല ഓരോ വണ്ടിയായിട്ട് അല്ല സ്കാർഫ് ഉള്ളവൻ പോയി അവനെന്തിയെ അവൻ ആദ്യം ഉണ്ടായിരുന്നു വണ്ടി കൊണ്ട് അവൻ പോയില്ലായിരുന്നു
റെഡ് മുടിയുള്ള അതെ ഇത് നോക്കി ഇതാണ് ഈ വണ്ടിയല്ലേ? ആണാണ്. ഒരാൾ ഹലോ 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 ഇതാവന്മാരല്ലേ? പേരെന്തിനാ? അല്ല ഹലോ ബ്രോ പേരെന്തിനാ? ആ വണ്ടിയാണെന്ന് നോക്കിക്കടാ. ഫ്രീ വണ്ടി ആണ്. RVS സത്യം നോക്കട്ടെ. നമ്മളൊരു വണ്ടിന്റെ പുറകെ പോവാനെ. എടാ അവൻ എവിടെ ഓടിയടാ ഇറങ്ങി എന്റെ വിശ്വാസത്തിൽ അമ്മരങ്ങി ഇറങ്ങിയെന്നാ എന്റെ വിശ്വാസം. ആ വണ്ടി അവൻ പോയി അവൻ ഏതുവഴി ഇറങ്ങാൻ ഇതുവഴി ഇറങ്ങിയിട്ടില്ലായിരുന്നു. അല്ല അവൻ ലെഫ്റ്റ് ആയെങ്കിൽ ഇവിടെ കാണുമല്ലോ, നോക്കട്ടെ. ഇവിടെ എഴുതി കാണിക്കുമല്ലോ. എവിടെയെങ്കിലും കാട്ടി ഒളിച്ചിരുന്നാണോ ലെഫ്റ്റ് അടിച്ചത്? അവനിറങ്ങി ഓടിയണ്ണ മൊണ്ണ. അയ്യേ ഇനി ബീച്ചിലോട്ട് ഓടിയിട്ട് അവിടുന്ന് വേറെ ഇവന്മാര് മീറ്റിംഗ് വിളിച്ച് അടിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് അടിക്കാൻ പറ്റത്തില്ല. ഇവന്മാര് മറ്റേ മൊണ്ണകളാണ്. നമുക്ക് മീറ്റർ വിളിച്ച് അടിക്കാൻ ആളുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് പ്രശ്നം. അതില്ലെങ്കിൽ ഇവന്മാര് എപ്പോഴും അടിക്കായിരുന്നു എന്നറിയാം. ഇല്ല ഉള്ളവരെ തന്നെ മനസ്സിലായില്ലേ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാര് പരിപാടികൾ കാണിക്കുന്നത്. ഹലോ കഴിക്കാൻ പോയതായിരുന്നു, വന്നു. Who is the victim? Who is the criminal? ആരെ തപ്പിക്കൊണ്ടിരിക്കുന്നു? അല്ല ഇത് അത് വിളിച്ചതേ നേരത്തെ ഇവര് മറ്റേ കൺവിൻസ് ചെയ്തിട്ടും അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു കൊറേ പേര്. അതെന്താ ഈ മറ്റേ ഹെൽഫെയർ അല്ല RVS അല്ല ഇത്ര നേരം അവിടെ ആയിരുന്നു. പക്ഷെ എന്നിട്ട് പെട്ടെന്ന് കണ്ടില്ല അവര്. ഇപ്പൊ എന്തിനാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കാണാണ്ടായി. നിങ്ങളൊക്കെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചോ? അത് നമുക്ക് ഓക്കെ ശരി പിന്നെ ലൊക്കേഷൻ അല്ല മറ്റേ ഇതായിരിക്കും ലൊക്കേഷൻ തന്നില്ലെങ്കിൽ അങ്ങനെ വല്ല കാണുമായിരിക്കും. തന്നില്ലെങ്കിലുള്ളത് ഞാൻ പറയട്ടെ. ഇപ്പൊ നമുക്ക് വാറിടാനുണ്ട്, നമുക്ക് ആള് 15 വേണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ മെയിനായിട്ട് 2-3 പേര് ഇപ്പൊ ഇല്ല. ഗുലാനില്ല, വീട് പോയി, മറ്റേ ഇവനും പോയി, വില്ലുമോനും പോയി. 3 പേര്. വില്ലുമോൻ വന്നു, 2 പേരില്ല. പിന്നെ ബാക്കിയുള്ളതിൽ 15 ഉണ്ടെന്നുള്ളത് കൺഫേം ആക്കും. ഇല്ല ഇവനും കാണൂല, ഇവനും കാണൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓടട്ടെ ഓടി ഒളിക്കുന്നതിനൊക്കെ ഓടി ഒളിക്കട്ടെ. അല്ലാതെ എന്തെങ്കിലും പറയാൻ അതൊന്നും ചെയ്യില്ല. ദയവ് ചെയ്ത് അവിടെ നിൽക്കുന്ന ഉറഞ്ഞു കൂടിയെടുത്ത് കൊണ്ടുവരും. എനിക്കത് വയ്യേനി പോയി പഠിക്കാൻ. ഞാൻ വന്നപ്പോ തൊട്ട് അതിന്റെ വണ്ടിയൊക്കെ എടുത്ത് വെച്ചായിരുന്നാ മതി. നമുക്ക് ഇത്ര പേര് വെച്ചാൽ മതി. ഹലോ ബ്രോ, സുഖാണോ ബ്രോ? വണ്ടി ഇറാ എടുത്തല്ലേ പറഞ്ഞത്. ഹലോ കുട്ടി, ബാക്കിലെന്താ ചിറകാണോ? ഹലോ ഇല്ല ബാക്കിലെന്താ ചിറകാണോ? ഞങ്ങള് ജിഎച്ചിന്റെ ഫ്രണ്ട് വന്നായിരുന്നു. DP ആയിരുന്നേ. മറ്റേ TPA-ലുള്ള അമ്മമാരൊന്നും നിൽക്കുമ്പോഴാ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ. അല്ല ഏഞ്ചലിനെ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചിറകുണ്ടോന്ന് ബാക്കില്. അല്ല ഇപ്പൊ എവിടെ പോണം? നമുക്ക് ആള് വേണം. അവളെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഇളിച്ച ചിരി. ഇപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞത്? ഈ വണ്ടിയാ
അവനെ കണ്ടുകൂടാ എന്റെ മിന്നി മിന്നി അവനൊക്കെ എവിടെ ഞാൻ വന്ന് ഇറങ്ങി അറിയിട്ട് വരടാ എനിക്ക് കത്തിക്കൊണ്ടിരുന്നു എല്ലാരും ഒന്ന് ഇത് നോക്കിയാണ് വെളിയിലൊന്ന് നോക്കിയേ എന്താ വെളിയിലത്തെ കാര്യം നോക്ക് വെളിയില് തിരിച്ച് യൂട്ടേൺ അടിച്ചേ മറ്റേ ഇതിന്റെ അവിടെ സ്ക്രാപ്പ് യാർഡിനെ കൊണ്ടുവരുന്നു പിന്നെ എടാ ഒരു വണ്ടി ഇറങ്ങിട്ട് ടയർ അടിക്കാൻ വണ്ടി മറിഞ്ഞല്ല ഒരാള് കേറ് വണ്ടവണേ എവിടെ പോയി ഞാൻ വണ്ടിക്കകത്ത് കാണാം പിങ്ങാണ ഏതോ സിറ്റിസൺ വണ്ടി കേട്ടുന്നടാ പിങ്ങിട്ടുണ്ട് ഹലോ കുറച്ച് ബുള്ളറ്റ് എടാ മറ്റേ കസ്റ്റംസേ പറടാ ആരോടെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ വരുന്നു അവര് തറപ്പ് വരാൻ പറഞ്ഞത് ചെറിയ സിറ്റുവേഷൻ ആണ് പിസ്റ്റലൊക്കെ വെച്ച് ഇവനെ അടിച്ചു കൊല്ലാണ്ട് വരുന്നത് അയ്യോ അതെവിടെ പോയി അടിച്ചോ അവന്റെ മരത്തുമ്പോ കൊരുത്തി പെട്രോൾ പമ്പ് റൈറ്റ് സൈഡ് പോയി വന്ന വഴി ഫുള്ള് പോകുന്നു അവനെ കിട്ടും അവന് ഈസി ആയിട്ട് കിട്ടും ന്യൂസിന്റെ അവിടെ പിങ്ങിട്ടോ ഇറങ്ങി ഞാൻ അടിച്ചോളാം സ്വന്തം വണ്ടിയിൽ ഇടിക്കല്ലേ ഇതേ അവന് ചെറിയൊരു കത്തലുണ്ട് ഈ വണ്ടി പ്രശ്നമാണ് കേട്ടോ കൊറേ നേരെ ആ കസ്റ്റം വണ്ടി കത്തലുണ്ടോ ബ്രേക്ക് ഫുള്ള് കത്തലുണ്ട് ടി പി ഒക്കെ പോകുന്നു ഒരു വണ്ടി ഒരു വണ്ടി കൂടി ഇല്ലടാ അവന് കത്തലുണ്ടാ വണ്ടി ഒന്ന് ഇടിക്കാനാടാ എടാ ഓരോ വണ്ടി പിറ്റിയടാ എല്ലാരും കൂടി പിറ്റിയാൻ നോക്കണ്ട വെയിറ്റിംഗ് നീ ഈ ഹൈനക്ക് വരടാ എനിക്ക് കുറച്ച് എടാ ഫസ്റ്റ് ഞാൻ പോയി ഹൈനക്ക് പിറ്റിയാൻ നോക്കാം ഞാൻ ഓടിക്കുവാടാ എന്റെ ഐസിക്ക് പോവാണെങ്കിൽ നിങ്ങൾ ഇതാക്കിയത് ഇവരെന്താ മതിലിന്റെ ഇടയിൽ കൂടിയൊക്കെ പോണേ കത്തലുണ്ടെന്ന് തോന്നടാ ഇവന് വെള്ളത്തിലിടാ വന്ന് ഞാൻ ചേസ് ചെയ്യുവാണ് കേട്ടോ ഞാൻ ചേസ് ചെയ്യുവാണ് പിറ്റിയാണല്ലേ അങ്ങനെയാണ് പിറ്റിയാണ് അവന് ഒന്നടിക്കാൻ ഒരു ടയറും കൂടെ കളയാൻ പറ്റി കഴിഞ്ഞാൽ വണ്ടി അത്ര അനങ്ങുന്നില്ല ഇടിച്ചിട്ട് അനങ്ങുന്നില്ല അത്യം പറഞ്ഞു ഇടിക്കല്ലേ പറഞ്ഞു വെള്ളത്തിക്കളാ അല്ല അവന് ഡ്രൈവർ അല്ലടാ ഡ്രൈവർ അല്ല പോയത് എടാ മോനെ അവിടെ നിക്കുന്നീ നീ അങ്ങോട്ട് വെള്ളത്തിക്ക് വന്നു ഒരുത്തൻ F8 ആന്റി സീറ്റ് ആന്റി സീറ്റ്
അയ്യോ റഫി ഒന്ന് റീലോഡ് ചെയ്ത് റിഫ്രഷ് കിട്ടിയോ ചത്ത രണ്ട് ചത്ത് ഇപ്പൊ കില്ലിട്ട് കത്തിച്ചു കളഞ്ഞാലോ എടാ അവൻ 7 ബുള്ളറ്റിനൊക്കെ അവനെ കൊന്നു ഞാൻ. ബുള്ളറ്റ് എന്താ കത്തിച്ചോ ID 1035. വണ്ടി കത്തിക്കണോ എല്ലാം കത്ത് നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നത് RVS അല്ലേ ഓ രണ്ടും തന്നെ കട്ടുകളെന്താന്നേ ഞാൻ പറയുള്ളൂ. വല്ല ബോംബും കിട്ടുമോ തീരും. റീസ്പോൺ ആയാ വീഡിയോ ആന്റി ഞാൻ നോക്കട്ടെ വണ്ടിയിലുണ്ടാവാൻ കഴിഞ്ഞില്ലേ ഞാൻ വെയിറ്റ് ഇവനെ പുറത്ത് കിടാം. ആരെ വിളിക്കാടെ പോ വണ്ടി വെടിവെച്ചാ പൊട്ടുമല്ലോ അങ്ങനെ എന്തോ ഇല്ലേ ഇവിടെ കിട്ടി അത് പൊട്ടും. ഇനി അവനെ കത്തിക്കാം. എന്തിനാലും ബൈക്കൊക്കെ കൊടുത്ത് കത്തിക്കുമ്പോ നമ്മളീ വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ. ഇതെന്തൊരു ഇനി ഗ്യാങ് കാണാൻ വന്ന പിള്ളേരെ കുറച്ച് കാണാൻ പോയാലോ. അങ്ങോട്ടോ അത് തീർക്കല്ലേ ഇൻഷുറൻസ് എന്തോടാ സംഭവം? വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കണം. അറിയില്ല കറങ്ങുന്നുണ്ടായിരുന്നു. കസ്റ്റം വണ്ടിയാണോ? അല്ല ഇത് ഫിഷിംഗ് ഏരിയ ഫിഷിംഗ്. ഓക്കെ ഒരു കസ്റ്റം വണ്ടി എന്തായാലും അവന്മാരുണ്ട് കേട്ടാ. കോട കയറി ടയർ കുരുങ്ങി. എന്തോ ഒരു സീനുണ്ടാ ഇപ്പൊ അന്ന് ഓടിച്ച കുട്ടിക്ക് ഒരു സുഖം ഇപ്പൊ കിട്ടുന്നുണ്ടാ. നമ്മള് ഞെക്കി പിടിക്കുന്ന ഒരു ഫീൽ. മറ്റേ വണ്ടി കയറി ഇരുന്നിട്ട് ഞെങ്ങി പിടിച്ചാലേ തിരിയുന്നൊരു ഫീലായിരിക്കും. പോയാ കസ്റ്റംസിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് വന്നാണ്. സക്കീറോടെ ഇവിടെ ഒരു ബോഡി അടക്കണ്. അതിന് ചുറ്റും കുറച്ച് ആൾക്കാർ നിക്കണ്. അവന്മാരാണോന്ന് അറിഞ്ഞൂടാ. നീല കളറാ. നീല കളറ് ആ നമ്മളെ ഡ്രസ്സിന്റെ ഒരു ബോഡി കാണുന്നുണ്ട്. കുറച്ച് വണ്ടികളും ഉണ്ട് നോർമൽ. സക്കീറോടെ പോയി. സക്കീർ ഞാൻ അവൻ അല്ലാണ്ട് വീണാണോ അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ടങ്ങ് പോയിട്ടില്ല ഒറ്റയ്ക്ക് വെറുതെ. അണ്ണാ ഇവിടെ നിക്കുന്ന പാവങ്ങളുണ്ടോ? കൊറേ നേരമായി. എന്ത് ചെയ്യാൻ ഇങ്ങോട്ട് വരും അപ്പോഴത്തേക്ക് അടുത്ത വിളി വരും. എന്ത് ചെയ്യാൻ? എന്ത് അവസ്ഥ സത്യം. അവന്മാരെ വിറപ്പിക്കാൻ വേണ്ടി ചെയ്തല്ലടാ. അല്ല ഇത് എവിടെ വരണോ? അല്ല ഇത് എവിടെ സ്ഥലം? എവിടെ സക്കീറിന്റെ മറ്റേ സക്കീർ സത്യം പറഞ്ഞു. സക്കീർ ഗ്യാങ് ഈ വണ്ടിയാണ് ഒരു ഉടുപ്പില്ലാത്തൊരു നിൽക്കുന്നുള്ളൂ. അത് അവന്മാരാണെന്ന് എന്റെ ഡൗട്ടർ. അതായത് അവിടെ കുറച്ചവന്മാര് കറങ്ങി നടക്കണുണ്ട്. ഓടി വണ്ടിയില്
അങ്ങനെ എടുത്തിട്ടുണ്ടോ ഗ്യാമോസോ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ വരാം വണ്ടി അപ്പായി എടാ നിന്റെ ഇടയിൽ പോയി അപ്പാക്കാറാ നമ്മളെ വണ്ടി അവന്മാരും എടുക്കാം ഈ വണ്ടി ആരാടാ ഈ വണ്ടി ആരാണ് ഇപ്പൊ നമ്മളോട് വെക്കുന്നത് എല്ലാം നമ്മളല്ലേ ക്വാളിറ്റി കുറച്ചുകൂടി ഹൈ ആക്കാൻ ഇതൊക്കെ പ്രശ്നങ്ങളാണ് വണ്ടി അകത്തിടോ വണ്ടി അകത്തോട്ടുണ്ട് അവരുടെ അടുത്ത് അകത്തോട്ട് കയറി വരാൻ പറ അവരകത്തോട്ട് കയറി വരാൻ പറ അവരെ സേവ് ചെയ്യാവോ വണ്ടി ഇതിന്റെ എല്ലാം ഞാൻ വെയിറ്റ് ഞാൻ മാറ്റിയിടാം $50,000 ബിറ്റർ ഇടാന്ന് ഞാൻ ആര് ചെയ്യാൻ 10,000 ബിറ്റർ ഇട്ടാണ് ചെയ്തത് മതി എല്ലാ ലൈക്ക് അടിക്കുക എല്ലാ ലൈക്ക് അടിക്കുക മേക്ക് ഇറ്റ് 5K ലൈക്സ് വന്നോ ഹായ് ബ്രോ ഒരു വീട്ടിൽ 2 TV ബെഡ്റൂം ഞാനാ എന്ത് കൂടെ കുറെ അന്യായകൾ എന്താ അതൊക്കെ അതോട്ടെ കഥ എടിപ്പിക്കാം നിനക്ക് പറഞ്ഞു സുനിമോൻ റേഡിയോയില് പോയാടാ ഞാൻ പറയുന്ന കേക്കത്തില്ലടാ ഉമ്മാരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കേക്കും ഒരു കാര്യം പറഞ്ഞ ഞാൻ നോക്കിട്ട് വരാം ഞാൻ നോക്കിട്ട് വരാം എടാ വേണ്ട ഒറ്റക്കെട്ടേക്ക് പോണ്ട വെയിറ്റ് അല്ലല്ല ഞാൻ സഭയിൽ നോക്കിട്ട് വരാം അതിന് വണ്ടിക്ക് വിട്ട് നോക്കിട്ട് വരാം ഇല്ല ചാവത്തൊന്നുമില്ല എടാ ബാക്കി ഇവിടെ ഉള്ളവരെല്ലാം ആത്തോട്ടോ നമ്മളെ ടിവിയിലുള്ളവരുണ്ട് ഇപ്പൊ ഞാൻ മാത്രമായി മണാളോ ഇങ്ങാത്തോടാ ഫ്ലഫി മണാളോ എവിടെ പോയി ഹലോ എവിടെ വെക്കുന്നത് എനിക്ക് കണ്ടൂടെ ഞങ്ങളാ എല്ലാരും ഹലോ എന്തോ ഇതോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നില്ല കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞു ഹലോ കേക്കാമോ ഹലോ ആ പറഞ്ഞോ എനിക്ക് പറയുന്ന കേട്ടോ വേറെ ആരെല്ലാം സംസാരിക്കുന്നുണ്ടാ ഹലോ ഞങ്ങള് പറയുന്ന അടുത്ത് കേക്കണ്ട ഇല്ല എനിക്കൊന്നും കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നു കാണാത്ത ആൾക്കാര് പറയണ കേക്കൂലെന്ന് തോന്നുന്നു ആ എനിക്ക് എന്തോ അവിടെ എത്തുമ്പോ കാണാൻ പറ്റുന്നില്ല അണ്ണൻ കാണുന്ന ആള് പറയും ഇങ്ങോട്ട് വരാൻ പറയാം അടുത്ത കുറച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ ബ്രോ ഇങ്ങോട്ടോ തരുമോ ആ ഇങ്ങോട്ട് വരുമ്പോ കാണാടാ നിങ്ങളോട് ഇങ്ങോട്ടോ പിന്നെ വെയിറ്റ് ഇങ്ങോട്ട് വരുമ്പോ കാണാം എന്റെ ആ റൂമിന്റെ അകത്തോട്ട് വരുമ്പോ ഇങ്ങോ ഇവിടെ
ഹലോ 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 ആ ഹലോ പറഞ്ഞോ ബ്രോ. ഹലോ ബ്രോ പറയുന്നുണ്ടോ? ഈ പുള്ളി പറയുന്ന കേട്ടോ, ഇവിടെ ബ്രോ പറയുന്ന കേൾക്കാം. ഞാൻ പറഞ്ഞേക്കാലോ അല്ലേ? ആ അപ്പൊ ബ്രോ സംസാരിക്കും, അതായിരിക്കും നല്ലത്. ബ്രോ അപ്പൊ നമ്മള് TP ആളിപ്പോ സിറ്റിയിൽ പുതിയതായിട്ട് വന്നതാണ്. സോ അപ്പൊ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടു തന്നെയായിരുന്നു. നിങ്ങളെ ലീഡർ ആരാണ്? നമ്മളെ ലീഡർ ഇപ്പൊ നിൽക്കുന്ന സിയോൺ. എന്താണ്? സിയോൺ ലീഡറാണ് കാണാത്ത. ഓ ലീഡറാണ്. ഈ എന്താ പറയുന്നത്, ഇതിപ്പോ എല്ലാം ഒരേപോലെയൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. കൈ ലീഡർ ആണെങ്കിൽ ഇവിടെ കൈ ജസ്റ്റ് ഒന്ന് പൊക്കോ, അത് കാണാൻ പറ്റുന്ന നോക്കാനാ ഒരാളൊന്ന്. അപ്പൊ റീലോഡ് ചെയ്ത ആളാണ് ഡ്രസ്? അയ്യോ ഇതാ എടുത്തോണ്ട് വരും. ആ കണ്ട് ലീഡറിനെ കണ്ട്. ഞാൻ ഒരു ലീഡറാണ്. എന്റെ പേര് മിക്കു. ഇല്ല മിക്കു. ഓക്കെ ബ്രോ ഓക്കെ. വേറെ ഇനിയല്ലോ ഉണ്ടോ ലീഡറായിട്ട്? ഹലോ എനിക്ക് ബ്രോ പറയുന്നത് കേൾക്കാം. ബ്രോ തന്നെ ഫുൾ ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഫ്ലഫി എനിക്ക് നിങ്ങളെ കാരണം കേട്ടോ, എനിക്കൊന്ന് വെളിയിൽ പോലെ ഞങ്ങൾ അവരുടെ അടുത്ത് ഒരാള് പറയാം, എല്ലാരും പരിചയപ്പെട്ടു. നമ്മുടെ മറ്റൊരു ലീഡർ വർക്ക് ചെയ്യാൻ പുള്ളിയുടെ ഒക്കെ ഉണ്ട്. ഓക്കെ എനിക്ക് എല്ലാരെയും കണ്ടുകൂടാ. 6 പേര് അവൈലബിൾ അല്ല. നമുക്കൊന്ന് വെളിയിൽ നിൽക്കാം. നമുക്ക് എന്തോ സംസാരിക്കും. എനിക്ക് അകത്ത് എന്താ വിഷയമാണ്. വെളിയിലെത്തിയപ്പോ എല്ലാരെയും കാണാം. സെറ്റായി. കാണാം. ഇപ്പൊ കേക്കാം. ഇനി പറഞ്ഞു. ഓക്കെ ബ്രോ. അപ്പം നമ്മള് പുതിയൊരു ഗ്യാങ് ആണ് TPA. നമ്മളിപ്പം ഓരോ ഫാമിലിനെ ഇങ്ങനെ ഓരോ ഗ്യാങ്ങിനെ ഇങ്ങനെ കണ്ട് വരുമായിരുന്നു. ഞാനാണ് ലീഡർ. എന്റെ ഒരു സിയോൻ. ഒരു കോലീഡർ ഇതുണ്ട്. ഇത് മിക്കു. ഒന്ന് പുറയിക്കുന്ന വർക്ക് ചായൻ. പിന്നെ ബാക്കി നമ്മള് മെമ്പേഴ്സ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഒരു 12 പേരുണ്ട്. ഓക്കെ ബാക്കിയുള്ളവര് ഒന്ന് പരിചയപ്പെടുത്തിയടാ. ഞാൻ ദാസൻ. എന്റെ പേര് ഡേവിഡ്. ഡേവിഡ് റൊസാരിയോ. ഡേവിഡ് ബെക്കാമും ഡേവിഡ് റൊസാരിയോ. ഓക്കെ. പിന്നെ വിക്രം. ഓക്കെ കേക്കുന്നില്ല പറഞ്ഞോ ബാക്കിയുള്ള പറഞ്ഞോ. എന്റെ പേര് വെജിറ്റേ. ഓക്കെ എന്റെ പേര് പോൾ വാക്കർ. എന്റെ പേര് എക്സോറോ. ഓക്കെ. എന്റെ പേര് കമ്മത്ത്. ദേവരാജ് കമ്മത്ത്. ദോശയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ദോശ വേണോ? പുള്ളി ദോശക്കാരനാണ്. ദോശ ഉണ്ടാക്കും. പുള്ളി കൊടുക്കും. ഡാനി പുത്തവീട്ടിലാണ് സ്കാമർ എന്നൊരു ഒരു പേരുണ്ട് ആൾക്ക്. ഇപ്പൊ നന്നായ നന്നായെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ സേപ്പേ? പണ്ടല്ലേ 4 ദിവസം മുമ്പ്. എന്റെ പേര് ശിരു. ഹലോ. ഓക്കെ. ബിലാലെ. ഹലോ. ഇത് ബിലാൽ ജോൺ. ഓക്കെ ബ്രോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്നും ഇല്ല ഇവിടെ. ലീഡർ ഇല്ല. ഇപ്പൊ നമ്മള് കോലീഡർ ആയിട്ട് ഞാനേ ഉള്ളൂ. ബാക്കി 2 കോലീഡേഴ്സും വന്നിട്ടില്ല. എന്റെ ഒരു സരക്ക് ഡാനിന്നാണ്. അതിന്റെ മെമ്പേഴ്സ് ആണ് സ്നൈപ്പ്, അതിന്റെ പുറകെ ഇരിക്കുന്നത് മണവാളൻ, പിന്നെ ഫ്ലഫി, പിന്നെ 2-3 പേര് വെളിയിലാണ്. സാവേജ് ഉണ്ട്. ബാക്കി എല്ലാവരും വെളിയിൽ, 1-2 പേര് വെളിയിലുമാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഗ്യാങ് ആയതിൽ സന്തോഷം. ആൻഡ് ഇവിടുത്തെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. നിങ്ങളുടെ എന്താണ് ഒരു ഗ്യാങ് ആയിട്ടുള്ള രീതിയിൽ ഒരു സക്സസ്ഫുൾ ഗ്യാങ് ആയി മാറാനായിട്ട് എല്ലാവിധ രീതിയിലുള്ള
വിശ്വസം ഞങ്ങളുടെ സൈഡിൽ. ഈ ഡാനി പുത്തമിട്ടിൽ നിങ്ങൾ വന്നത് തൊട്ടുള്ളതാണ് അതോ ഇവിടെ ചെറുതാ നമുക്ക് പരിചയമുണ്ട്. നിങ്ങളെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ ഇതാക്കിയിട്ട് അങ്ങനെ തുടങ്ങി കേൾക്കണം അതോ പണ്ട് തൊട്ടേ പരിചയമുള്ളവരാണ്? അല്ല നമ്മള് കൊറേ പേര് ഇവിടെ വന്നിട്ട് ആരെ കുറച്ച് 2-3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫണ്ട് സൂക്ഷിക്കണം. ലൈക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് 2-3 പേര് മാത്രമേ മെയിൻലി ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരു ഗ്യാങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ നിങ്ങള് കുറെ തമ്മിൽ അറിയായിരുന്നു. ബാക്കി കുറച്ചുപേരെ ഇവിടെ നിന്ന് എടുത്തു. പരിചയപ്പെട്ടവരാണ് നമ്മളെല്ലാം പലയിടത്തും കണ്ടുപിട്ട് പരിചയപ്പെട്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടെ നമുക്ക് ഗ്യാങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇതുവരെ. ഫസ്റ്റ് ടൈമാണ് ഗ്യാങ് കാണുന്നത്. അത് ശരിയാണ്. നിങ്ങളെ ഫുൾ ആ ഒരു പേരിന്റെ റീസൺ എന്താണ് ഈ താമരാക്ഷൻ പിള്ള എന്നുള്ളത്? ആരാണ്? ഞങ്ങളുടെ അപ്പാപ്പനാണ്. ഞങ്ങളെ എടുത്തു വളർത്തിയ ഒരു അപ്പാപ്പനാണ്. അപ്പം അപ്പാപ്പന്റെ പേരിലാണ് ഞങ്ങളിത് തുടങ്ങിയിരിക്കുന്നത്. അപ്പാപ്പൻ മരിച്ചുപോയി. അപ്പൊ അപ്പാപ്പന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഇത് തുടങ്ങിയതാണ്. അപ്പാപ്പനൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. താമരാക്ഷൻ പിള്ള നമ്മുടെ ഒരു തക്കുടു അതുപോലെ ബ്രോ. അതാരാ ചോദിച്ചാ? ഡാനി പുത്തൻ വീട്ടില്ല, അതല്ലേ ചോദിക്കൂ. ഞാനൊരിക്കൽ എന്റെ പേര് സരക്ക് ഡാനി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അന്ന് ഇതേപോലത്തെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നതാണ്. ഓർമ്മയുണ്ട്. ഡാനി പുത്തൻ വീട്ടിൽ വെച്ച് ഓവർ സ്മാർട്ട് ആകാൻ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. അതല്ലേ അപ്പം എന്തായാലും എല്ലാ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നമ്മളെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി. നമ്മളാരെങ്കിലും നമ്പർ എന്റെ നമ്പർ വേണമെങ്കിൽ സേവ് ചെയ്തോ ബ്രോ. എന്റെ നമ്പർ തന്നേക്കാം. നമ്പർ കിട്ടിയില്ലേ? അപ്പൊ എന്തായാലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യാനായിട്ട് നമ്മളെ സൈഡിൽ ഇട്ടാലും മതി, കെങ്ചാറ്റിൽ ഇട്ടാലും മതി. ഞങ്ങളാലും വിളിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതുവരെ എത്രയ്ക്ക് എങ്ങനെ മീറ്റ് ചെയ്തു? നിങ്ങളെ എല്ലാവർക്കും ദോശയൊക്കെ കൊടുത്താ ബ്രോ? പിന്നെ TBS-ന് ഒരു വീട് തർക്കമായിട്ട് മീറ്റ് ചെയ്തായിരുന്നു. ഞങ്ങളപ്പോ വേറെ ഗാങ്സിനെ മീറ്റ് ചെയ്യാനിരിക്കുന്നുണ്ട്. KKB ആയിട്ട് ഞങ്ങള് ഒന്ന് ഷെഡ്യൂൾ ചെയ്തായിരുന്നു, പക്ഷെ പിന്നെ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ഗ്യാങ്ങായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ബ്രോ ഇവിടെ എത്ര ആളാണ് ഇവിടെ വന്നിട്ട്? ഞങ്ങള് ഇവിടെ ഗ്യാങ് ആയിട്ട് ഇപ്പം കുറച്ചായിട്ടുള്ളൂ, ഒരു 2 മാസം മാക്സിമം അറേഞ്ച് ആകത്തുള്ളൂ. ബാക്കിയുള്ള ഗ്യാങ്സ് ആയിട്ട് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പരിചയപ്പെട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ കമ്പനി നമ്മൾ വിശ്വാസം എന്ന് പറയാൻ ഇവിടെ പിന്നെ ഉള്ളത് ബെല്ലാരി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങൾ പണ്ട് തൊട്ടേ അങ്ങനെയായുണ്ട്. ബെല്ലാരി ഞങ്ങൾക്ക് പുറത്ത് കുറേ ആളായിട്ട് പല സിറ്റികളായിട്ട് അറിയുന്നുണ്ട്. ബെല്ലാരി ഞങ്ങൾ മാത്രമേ ഒരു ഇത്ര വിശ്വാസം എന്ന് പറയാനുള്ളൂ. ബാക്കി ഗ്യാങ്ങുകളായിട്ട് കുറച്ച് ഗ്യാങ്ങുകളായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മെജോറിറ്റി ഗ്യാങ്സിൽ നമ്മളായിട്ട് പണ്ടേ പ്രശ്നമുള്ള കുറേ ഗ്യാങ്ങുകളുണ്ട്. അവർ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടും വേറെ പല ഗ്യാങ്ങുകളിലായിട്ടും അല്ലെങ്കിൽ ഇവിടെ തന്നെ സെയിം ഗ്യാങ് പേരിട്ട് വന്നിട്ടും നമ്മളായിട്ട് പഴയ പോലെ തന്നെ, അതൊന്നും ഒരു മാറ്റമില്ല. സോ ഇവിടെ അങ്ങനെ അധികം കൂട്ടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു നല്ല ബന്ധം വെച്ചിരിക്കുക. എപ്പോ വേണമെങ്കിലും ആര് വേണമെങ്കിലും നമുക്കെതിരാവാം. പിന്നെ KV ഉണ്ട്. KV ആയിട്ട് നമ്മൾ പണ്ട് ഇടക്കൊക്കെ ആണെങ്കിലും ഇപ്പം അവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് പോകാൻ നമ്മൾ തമ്മിൽ നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് നമ്മളിടയ്ക്ക് ഒരു ഇതില് സംസാരിച്ചു, മീറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മുടെ ഗ്യാങ് വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് വിചാരിക്കാം. വണ്ടി അതിന്റെ ഇടയ്ക്ക് വെച്ച് പണിയാൻ കയറ്റിയായിരുന്നല്ലോ അതിന് കാരണം. എന്നിട്ട് തിരിച്ചു വന്നാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തൊക്കെ അത് കണക്കുണ്ടാവൂ. അല്ല അങ്ങനല്ല, വണ്ടി പണിയാനൊക്കെ കയറ്റുമല്ലോ ദൈവത്തിന്റെ അടുത്തോട്ട്. അപ്പൊ കാണാം. അപ്പൊ കണ്ടല്ലോ, എല്ലാരും കണ്ടൊരു സന്തോഷം. ഡാനി പുത്തൻ വീട്ടിലൊക്കെ ബൈ ബൈ ബ്രോ. ലോകം അല്ലാതെ വേറൊരു പരിപാടി ഉണ്ട് നമുക്ക്. കേട്ടോ ശരി 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 ബ്രോ. നമ്മളെ കൂടെ കൂടിയാ ഒരാൾ.
ഇതെന്തോ നമ്മളെ ദോശ എല്ലാം സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊടുക്കുന്നവര് നമുക്ക് വേണ്ട ബ്രോ. അണ്ണാ ചാറ്റ് വെക്ക്. ചാറ്റ് ഉണ്ടാ കിട്ടാൻ കൊടുക്കുന്നു RVS ബാവ മോനാ വണ്ടി വേണോന്ന് വണ്ടി എടുക്കാം. നിങ്ങൾ കിട്ടോ ബ്രോ, നിങ്ങൾ കിട്ടോ. ശരി ശരി. കത്തിച്ച വണ്ടി എന്തിനാ കത്തിപ്പോയ അല്ല ഞാൻ കാര്യം ഇവർക്ക് വണ്ടി വെടിവെക്കാൻ മാത്രമേ അറിയാനുള്ള. ഡാനി നാളെ 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 സുനി വേണ്ട സാവേജ് ഉണ്ടാവണത്. ഇല്ല 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 കൊണ്ടുവെക്കോ ബ്രോ. എന്തിന് പറയാനടാ ഇവന്മാരാ. ഗ്യാങ് വണ്ടി കത്തിക്കാനും ഗ്യാങ് വണ്ടി കട്ടോട്ട് ഗ്യാങ് വണ്ടി കള്ളന്മാരാടാമാര്. വള്ളി സെറ്റ് ആക്കണ്ട, ഞാൻ ഇന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഡാനിനോട് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ചൊറിയല്ലേ, നീ നാളെ സാവേജ് വരുമ്പോ ചൊറിഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. ബാബ മോനെ പറഞ്ഞാലേ കഴിഞ്ഞ ദിവസം അവൻ അകർത്ത് കീറി. ഇന്നതോ RVSല് കുമ്പിടി ഡ്രോപ്പ് നമ്പർ VPD SRR വള്ളി. SRR ഇന്നലെ വന്നേ ഉള്ളു വള്ളി. അല്ല സാറിനെ പിടിച്ച് ബെല്ലാരി ഒന്ന് അടിച്ചായിരുന്നു. മുച്ചിരിയാണ് SRR. വണ്ടിക്കള്ള ചിരിപ്പിക്കാതെ പോടേന്ന് പറയട്ടെ. ചിരിപ്പിക്കാതെ പോകാൻ പറയാൻ അതെന്താ ബ്രോ വള്ളി പിടിക്കാൻ വരുന്നല്ല മര്യാദക്ക് ഗ്രൈൻഡ് എടാ നമ്മളെ പറഞ്ഞാല് നമ്മള് ഇത്ര നേരം വെളി നിന്നപ്പോ ഇവർക്ക് ഒന്നും പറയാല്ല. നമ്മളെ ഗ്യാങ് ഹൗസിനകത്ത് വന്നപ്പോഴത്തേക്ക് മറ്റേ വണ്ടി കെട്ടോണ്ട് പോയേക്കുന്നു. ഫുള്ള് വണ്ടി കള്ളന്മാര് തന്നെ. ഇവിടുത്തെ ആദ്യം വെടികൊണ്ട് 9 ചത്തപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുത്തോണ്ട് ഓടിയിട്ട് പറഞ്ഞു എന്റെ അയിന ഉണ്ടായിരുന്നു അത്ര ആയിരുന്നു. ഞാൻ അത് ഓടിച്ചടക്കരുത്. എനിക്ക് ഹലോ ഹലോ ആ ബ്രോ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മളിപ്പം ഇവിടെ ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്ത് അല്ല സിറ്റുവേഷന്റെ അല്ല. നമ്മളിപ്പം നമ്മള് സിറ്റുവേഷൻ ഇപ്പം സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ ആണ്. അതല്ല നമ്മള് ഗ്യാങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഗ്യാങ് ഫണ്ട് കളക്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് കഴിയാണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, വാക്ക് തന്നു കഴിഞ്ഞാൽ അത് ശോകോ, മനസ്സിലായി, നമ്മൾ പറഞ്ഞിട്ട് പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കറന്റ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഗ്യാങ് ഫണ്ട് കളക്ഷൻ എന്തായാലും കഴിയണം. കാരണം ഞങ്ങളിപ്പോ വന്നിട്ടും അധികം ആയിട്ടില്ല, മനസ്സിലായില്ലേ. ഇവിടെ 1 മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയാം. ഓക്കെ ശരിയാണ്. ഹലോ എന്താണ് സുനി ഇവിടെ? സുനി